ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങൾ ഫുഡ് റെസിപ്പി അല്ലാതെ UK ഞങ്ങളുടെ ഗാർഡൻ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. ഇന്നിപ്പം നല്ല വെയിലുള്ള ഒരു ദിവസമാണ്. മാത്തൂരിനെ ഞങ്ങൾ ഓൾറെഡി വെയിൽ കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചേരം ഇരുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഗാർഡൻ കണ്ടാലോ? മാത്തു ആണെങ്കിൽ നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ട് കണ്ടോ മാത്തുവേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ബ്ലാക്ക്ബെറി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് അവളോട് ഞാൻ പറഞ്ഞു, നമുക്ക് വെയിലുണ്ടല്ലോ, നമുക്കന്ന് നമ്മുടെ ഗാർഡൻ മൊത്തവും കാണിച്ചാലോ. അപ്പോൾ ഇത് ബ്ലാക്ക്ബെറി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ബാക്കി ഞങ്ങൾ വെച്ചിരിക്കുന്നത് കുറച്ച് ഗ്ലാഡിയോലസ് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൂത്ത് നല്ല കാറ്റുള്ളതുകൊണ്ടൊക്കെ ഒടിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കിഴങ്ങ്, ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. പക്ഷെ എന്നാ ചെയ്യാനാ, നാട്ടിലെ പോലെ തന്നെ നിറയെ പുഴുക്കളാണ് ഇതിൽ. അതെ തന്നെ, കുറേ പുഴു കയറി കളഞ്ഞു. ഇത് പിന്നെ ഞങ്ങളുടെ കിഴങ്ങ് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കേട്ടോ, പക്ഷേ കിഴങ്ങിൻ്റെ ഇത് കണ്ടോ, എനിക്കും അറിയത്തില്ല കേട്ടോ. ഈ കിഴങ്ങിന് ഇങ്ങനെ കാ ഉണ്ടാകുമെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വന്നത്. എനിവേ, കിഴങ്ങ് ഇപ്പോൾ വച്ചിട്ട് 1 മാസത്തിന് മേളിലായി. നമുക്ക് 1 മാസം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്തായാലും അതും ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ ഒരു ഉള്ളി കൃഷിയുണ്ട് കേട്ടോ. മണ്ണ് നല്ല അടിപൊളി മണ്ണാണ് ഗൈസ്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ സവോളയും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുവാണ്, നമ്മൾ ഇനി അടുത്ത കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തക്കാളി അല്ലേ? അതെ, തക്കാളി. അത് തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഫ്ലവർ ആയിരുന്നു ഗൈസ്. ഞങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു ബ്ലാക്ക്ബെറി ഞങ്ങൾ പറിച്ച് വാങ്ങിയിട്ടത്. അപ്പോൾ അത് ഏകദേശം 21 ഡേയ്സ് ഞങ്ങൾ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നെക്സ്റ്റ് ബ്ലാക്ക്ബെറി കുറേ പഴുത്ത് കിടപ്പുണ്ട്. നമുക്ക് ഇന്ന് വൈകിട്ട് പറിക്കാമല്ലോ. നമുക്ക് ഇന്ന് വൈകിട്ട് കുറച്ച് ഏറെ പറിക്കാം. എനിക്കൊന്ന് ഇഷ്ടംപോലെ അതിന് ഇടയ്ക്കൊക്കെ പറിക്കാനുണ്ട്. നമുക്കത് പറിച്ചിട്ട് ഇന്ന് അല്ല, നമുക്ക് വൈനല്ല, നമുക്ക് ജാം ഇട്ട് നോക്കിയാലോ. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പേര് ജാം ഉണ്ടാക്കുന്നത്. നമുക്കും ഒന്ന് ട്രൈ ചെയ്താലോ ജാം ഉണ്ടാക്കാൻ വേണ്ടി. എന്ത് പറയുന്നു മാത്തു? നമുക്ക് വൈകിട്ട് ജാം ഇട്ടാലോ? മാത്തു ഓക്കെയാണ്, മാത്തു എല്ലാത്തിനും ഓക്കെയാണ്. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ഹാവ് എ ഗുഡ് ഡേ. മാത്തു, സേ ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളൊരു ഫുഡ് റെസിപ്പി അല്ലാതെ ഇന്ന് നല്ല വെയിലുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ നോർത്ത് എന്താണെന്ന് പറയുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വേറൊരു വെറൈറ്റി. അപ്പോൾ ശരി ഗായ്സ്, ഇനി അടുത്തൊരു വീഡിയോയ്ക്കായി കാണുന്നത് വരെ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ഇതുപോലത്തെ അപ്പോൾ ശരി ഗായ്സ്, ഞങ്ങളുടെ വീഡിയോ ഞങ്ങളിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലത്തുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.